ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഞങ്ങളുടെ സൂപ്പർ വുമൺ 369 ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു വെജ് സമോസയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചു, സവാള ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് ഗ്രീൻ പീസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചു, കറിവേപ്പില ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു ടേബിൾ സ്പൂൺ നാരങ്ങാനീര് റെഡിയാക്കി വെച്ചു, പിന്നെ ഒരു 4 ഉരുളൻകിഴങ്ങ് പുഴുങ്ങി വെച്ചിരിക്കുകയാണ്. ഇതൊന്ന് മാഷ് ചെയ്തെടുക്കണം. ഇതിൻ്റെ തൊലിയൊന്ന് ഇളക്കി കളഞ്ഞതിന് ശേഷം നമുക്കത് പൊടിച്ചെടുക്കാം. എല്ലാം ഞാൻ നന്നായിട്ട് പൊളിച്ച് കഴിഞ്ഞു. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഇതും കൊണ്ട് പൊടിക്കുന്നുണ്ട് കട്ടകളൊന്നും ഇല്ലാതെ ഒരേപോലെ പൊടിഞ്ഞ് കിട്ടും. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തു. 1 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ച് കൊടുത്തത്. അതിലൊന്ന് ചൂടായപ്പോഴത്തേക്ക് അതിലേക്ക് സവാള ചോപ്പ് ചെയ്ത് വെച്ചിരുന്നത് ഇട്ട് കൊടുത്തു. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് നല്ലവണ്ണം ഒന്ന് മൂത്ത് കിട്ടണം. ഇപ്പോഴിതൊന്ന് നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ് ചേർത്തു, 1 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റും ചേർത്തു, ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഒന്ന് അതിൻ്റെ കൂടെ മൂത്ത് കിട്ടട്ടെ. ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും ചേർത്തു. അതിൻ്റെ കൂടെ തന്നെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഗ്രീൻ പീസും കൂടെ ചേർക്കണം. ഒരു പിടി ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. ഫ്രോസൺ ഗ്രീൻ പീസാണിത്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരുപാട് അങ്ങ് മൂക്കണ്ട, എന്നാലും ഒരുവിധം ഒന്ന് മൂക്കണം. ഇപ്പോൾ ഇത് ഒരുവിധം മൂത്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് മാഷ് ചെയ്ത് വെച്ചിരുന്ന പൊട്ടറ്റോയും കൂടെ ചേർക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം, 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം, 1 ടീസ്പൂൺ ചിക്കൻ മസാലയോ അല്ലെങ്കിൽ ഗരം മസാലയോ ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് എടുത്തു വെച്ചിരുന്ന നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എല്ലാം കൂടെ നന്നായിട്ട് യോജിച്ച് കിട്ടണം. നാരങ്ങ നീരും മസാലയും വെജിറ്റബിളും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടണം. അതുവരെ ഒന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിനി ഒന്നിരുന്ന് നന്നായിട്ട് ആറണം. സമോസ ഉണ്ടാക്കുന്നതിന് ഒരു 2 കപ്പ് മൈദയാണ് ഞാൻ എടുക്കുന്നത്. ഇതിലേക്ക് സ്വാദിനാവശ്യമായ ഉപ്പ് ചേർത്തു. ഇനി അതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. 1 ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നല്ലൊരു സോഫ്റ്റ് ഡോ ആവുന്നവരെ ഇതൊന്ന് കുഴച്ചെടുക്കണം. 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് അതിൻ്റെ പുറത്തൊന്ന് തടവി വെക്കാം. ഇതിപ്പം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇതിനി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു അരമണിക്കൂർ ഇരുന്നാൽ മതി. ഇപ്പോഴിത് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. സ്ലാബിലേക്ക് അല്പം പൊടി വിതറിയതിന് ശേഷം മാവ് അതിലേക്ക് ഇടാം. ഇനി ഇതൊന്ന് ഉരുട്ടിയതിന് ശേഷം നമുക്ക് ചെറിയ ബോൾസാക്കി എടുക്കാം. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ആക്കുക. ഓക്കെ, കമൻറ്റ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഹൈപ്പ് കാണാം, അതും കൂടെ ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ എൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ഫോളോ ചെയ്യുക. ഓക്കെ, ഞാനിതെല്ലാം ഉരുളകളാക്കി കഴിഞ്ഞു. ഇനി ഇതൊന്ന് പൊടിയും മുക്കിയിട്ട് തന്നെ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഇത് കൈകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കുക. ഇതൊന്ന് ചെറുതായിട്ട് നമുക്ക് പരത്തിയെടുക്കാം. പരത്തിയതിന് ശേഷം ഇതൊന്ന് 2ആയിട്ട് കട്ട് ചെയ്യാം. എന്നിട്ട് ഇതേണ്ട ഇതുപോലെ അങ്ങ് അതിൻ്റെ പുറത്തേക്ക് ഒരു പീസിൻ്റെ പുറത്തേക്ക് മറ്റൊരെണ്ണങ്ങ് വെക്കുക. എന്നിട്ട് ഒരു ഫോർക്ക് കൊണ്ട് സൈഡൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ആ മുറിച്ച പോർഷൻ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തെടുത്തു. ഇനി ഇതൊന്ന് മലർത്തിയെടുക്കാം.
എന്നിട്ട് ഇതിൻ്റെ 2 പോർഷനിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇതുപോലെ വേണം ഫില്ലിങ് വെക്കാനായിട്ട്. ഒരെണ്ണം മടക്കിൻ്റെ ഒരു സൈഡിലും ഒരെണ്ണം നമ്മൾ വെക്കുന്നത് ആ മടക്കിൻ്റെ ആ മധ്യഭാഗത്ത് തന്നെ വയ്ക്കും. എന്നിട്ടിത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇതങ്ങ് കവർ ചെയ്യുക. ഇതെന്നിട്ട് സൈഡൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നടുക്കൂടെ ഇതങ്ങ് മുറിക്കാം. എന്നിട്ടിതൊന്ന് ശരിക്കും ഒട്ടിയിട്ടുണ്ടോയെന്നൊന്ന് നോക്കുക. അല്പം മൈദ കലക്കിയിട്ട് അതിൻ്റെ സൈഡൊന്ന് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ 3 എണ്ണം റെഡിയാക്കി കഴിഞ്ഞു. ഇത് ഞാനങ്ങ് എയർ ഫ്രയറിലേക്ക് വെക്കുകയാണ്. എയർ ഫ്രയർ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചു. ഒരു ബട്ടർ പേപ്പറിലേക്ക് ഇത് വെച്ചതിന് ശേഷം അതിൻ്റെ പുറത്തൊന്ന് ഓയിൽ പുരട്ടി കൊടുത്തു. ഒരു വശം ഒന്ന് മൂത്ത് കഴിയുമ്പം മറുവശത്ത് നമ്മൾ ഓയിൽ പുരട്ടി കൊടുക്കണം. ഇപ്പോഴത് പ്രീ ഹീറ്റായി കഴിഞ്ഞു. നമുക്കതിലേക്ക് വെച്ച് കൊടുക്കാം. ഓവനകത്തേക്ക് വെച്ചതിന് ശേഷം 200 ഡിഗ്രിയിൽ 12 മിനിറ്റാണ് വെച്ചത്. കുറച്ച് സമോസ ഷീറ്റ് പോലെ ഉണ്ടാക്കി അതിലേക്ക് ഫില്ല് ചെയ്യുകയാണ്. ഞാൻ ഫില്ല് ചെയ്ത് ഏകദേശം തീരാറായി. ബാക്കി ഉള്ളതും അടുത്ത ട്രിപ്പിലേക്ക് വെക്കുകയാണ്. വളരെ സ്വാദിഷ്ടവും ഹെൽത്തിയുമായിട്ടുള്ള സമോസ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടപ്പെടും, ഹെൽത്തിയുമാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.